പിന്നെ കിളിയുടെ മൂളിപ്പാട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഞാൻ ഇന്ന് വന്നത്, ഇന്നലെ ഞാൻ ഒരുത്തൻ എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തില്ലായിരുന്നു. എന്റെ പേരെന്താന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഇവിടെ വലുതായിട്ടൊന്ന് കൊടുക്കുക. ജസ്റ്റ് പേരൊന്ന് വായിച്ചു നോക്കിയാ. അങ്ങനെ തന്നെയല്ലേ പേര്, ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കി അറിയാം. ശരിയായിരിക്കാം. ഡാഷ് കാസ് ദുബായ്, ദുബായിലെ ഇതൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, നാട്ടിലത്തെ ഇത് മാറിയിട്ട് ദുബായിലെ 2 അവനതില് പേരാട്ടോ. അവന്റെ എന്താ പേര് നമുക്കറിയില്ല. നമ്മൾ ഒരാളുടെ പേര് വെച്ച് കളിയാക്കാൻ പാടില്ല. പക്ഷെ കളിയാക്കല്ലേ. അതിനുശേഷം എനിക്ക് കുറച്ചുകൂടെ മെസ്സേജ് വന്നു, ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് ഭീഷണിയല്ല, റിയൽ മടുക്കണ കാര്യോ. എന്ത് മടുത്തു? നിനക്ക് ലൈഫ് മടുത്തോടാ? മടുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ജീവിതം കളയരുത് കേട്ടോ. നടക്കണ കാര്യം എന്താണ് ഉദ്ദേശിച്ചേക്കണം, മടുക്കണ കാര്യം എന്നാ പറഞ്ഞേക്കണം. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഇട്ടോ സ്റ്റോറി ഇട്ടോ, ഒരു നാൾ നീ കരയും. എടാ, അത് കരയണമെങ്കിൽ സ്റ്റോറി ഇട്ടേ കൊണ്ട് മാത്രം കരയണമെന്നില്ല. ലൈഫിൽ നമുക്ക് പല സിറ്റുവേഷനിലേക്ക് കരയാം. സന്തോഷം കൊണ്ട് കരയാം, സങ്കടം കൊണ്ട് കരയാം, പല സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് കരയാം. അപ്പൊ അത് നീ പറയണ്ട. അതിപ്പോ നിന്റെ ലൈഫിൽ നീ എന്നേക്കാൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. നിന്റെ കുൽസിതല്ല, സോറി, ലീലാവിലാസങ്ങൾ ഞാൻ കേട്ടതാണല്ലോ. ഇനിയും എന്തൊക്കെ വരാണ്ട് എന്തറിയില്ല. നീ പറഞ്ഞു വന്നിട്ട് എടുത്ത് പറഞ്ഞു നീ സ്റ്റോറി ഇട്ടോ. ഞാൻ സ്റ്റോറി ഇടും. സ്റ്റോറി ആയിട്ടല്ല, ഇതുപോലെ റീലായിട്ട് ഇടും. അപ്പൊ നമുക്ക് ഇവന്റെ ഒരു ഇന്ന് രാവിലെ ഇട്ടൊരു സ്റ്റോറി നമുക്ക് കണ്ടാലോ? ജസ്റ്റ് ഒന്ന് കണ്ടോ കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമ്പോ ഒന്ന് വിറയ്ക്കും നന്ദഗോപാലും ഫിറോസും. വിറയ്ക്കണം. സ്റ്റോറി പെട്ടെന്നൊന്ന് വിറയ്ക്കും. ഓ, നീ വിറപ്പിക്കും. നീ ആ വിറപ്പിക്കുന്നവനാണ്. ഞാൻ ജസ്റ്റ് കമന്റിന് റിപ്ലൈ കൊടുത്തപ്പോ സ്റ്റോറി ആയിട്ട് വന്നത്. എടാ, ആരാടാ വരച്ചത്? ഓഫ്, എന്താല്ലേ. ഇപ്പൊ ഇവന്റെ കാര്യം നമുക്കിവിടെ നിർത്തട്ടുള്ളൂ. ഇനി എന്തെങ്കിലും വരാണെങ്കിൽ ഞാൻ പറയാം. ഇനി മെസ്സേജ് വരോ ഇല്ലേ എനിക്കറിയില്ല. ഞാൻ കാരണം എന്റെ മെസ്സേജ് ഞാൻ സീൻ ചെയ്യാറില്ല. മെസ്സേജ് അവിടെ വന്ന് കിടക്കാറുണ്ട്, ഞാൻ മൈൻഡ് ആക്കാറില്ല. അപ്പോ ബൈ. ടീ കാസ് ദുബായ്. അപ്പോ ബൈ.